ബാലുശ്ശേരി 10 വർഷത്തിനിടയിൽ പനായി ചണോറ വീട്ടിൽ നടന്നത് 2 കൊലപാതകം. 2014 ഇളയ മകനായ സുമേഷ് അമ്മ ശോഭയെ കൊലപ്പെടുത്തിയത്. മാനസിക രോഗിയായിരുന്ന സുമേഷ് അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. മാനസിക രോഗിയായ സുധീഷ് 71 വയസ്സുകാരനായ അച്ഛനെയും കൊലപ്പെടുത്തി. ഇപ്പോഴാ വീട്ടിൽ 2 കൊലപാതകങ്ങളാണ് നടന്നത്. ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ സ്വന്തം കുട്ടികൾ തന്നെയാണ് അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്. മാനസിക രോഗമല്ലെന്നും ലഹരിക്കടിമയാണെന്നും പറയപ്പെടുന്നു. സുമേഷ് മുൻപും ലഹരിക്കടിമയായിരുന്നു. അമ്മയുടെ മരണത്തിന് ശേഷം സുധീഷും അച്ഛനും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഏറെക്കാലം സുധീഷ് മാനസിക പ്രയാസങ്ങൾക്കുള്ള ചികിത്സയിലായിരുന്നു. സുധീഷ് നിത്യേന ബഹളം വെക്കുകയും വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടും എല്ലാം സഹിച്ചു കഴിയുകയായിരുന്നു അശോകൻ. അച്ഛനോട് നിരന്തരമായി പണം ആവശ്യപ്പെടും. പറമ്പിൽ നിന്നു കിട്ടുന്ന ആദായ വസ്തുക്കളും വീട്ടിലെ പല സാധനങ്ങളും എടുത്തു കൊണ്ടുപോയി വിൽക്കും. അതിനെ ചൊല്ലി ചോദ്യം ചെയ്യാൻ വന്നാൽ ബഹളമുണ്ടാക്കുകയും വീട്ടിലെ മറ്റു സാധനങ്ങൾ ഇറഞ്ഞൊടിക്കുകയും ചെയ്യും. അയൽവാസികളെയൊന്നും വീട്ടിലേക്ക് അടുപ്പിക്കില്ല. അല്ലെങ്കിലും അയൽക്കാർക്കൊക്കെ പേടിയാണ്. സുധീഷും ഇത്തരത്തിലുള്ള മാനസിക അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിച്ച ഒരാളാണ്. അയാൾ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നു. ഇനി ഈ കുട്ടിക്കും ഇതേ അസ്വസ്ഥതകളൊക്കെയുണ്ട്. ഈ സംഘട്ടനത്തിൽ ഇടപെട്ടതുകൊണ്ട് തങ്ങളെയും കൊല്ലുമെന്ന പേടി അയൽക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അയൽക്കാരൊന്നും ഇതിൽ ഇടപെടുന്നില്ല. അച്ഛൻ അശോകനോട് എല്ലാവർക്കും വലിയ കാര്യമാണ്. അയാളെയോർത്ത് അയൽവാസികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ സങ്കടമുണ്ട്. പക്ഷേ സുമേഷിനെ പേടിച്ച് ആ വീട്ടിലേക്ക് ആരും അടുക്കാറില്ല. പുറത്ത് വെച്ച് കാണുമ്പോഴാണ് അശോകനോട് പലരും സൗഹൃദം പുതുക്കാറ്. മകൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് അയാൾ സങ്കടം പറയാറുണ്ട്. തൻ്റെ ഭാര്യയും ഒരു മകനും പോയി. ഇനി ഏക ആശ്രയമാകേണ്ട മകനാണിത്. പക്ഷെ അവനിലും ചില മാനസിക അസ്വസ്ഥതകളൊക്കെയുണ്ട്. മനസ്സിലെ വേദനകളൊക്കെ ഉള്ളിലൊതുക്കി കഴിയുകയായിരുന്നു അശോകൻ. തിങ്കളാഴ്ച രാത്രിയോടെയാണ് അശോകൻ കൊലപ്പെട്ട വിവരം പ്രദേശവാസികൾ അറിയുന്നത്. അശോകന്റെ വീട്ടിൽ നിന്ന് വെളിച്ചം കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ ചെന്നു നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അശോകനെ അവർ കാണുന്നത്. അയാളുടെ തല പിളർന്ന അവസ്ഥയിലായിരുന്നു. വീട്ടിനകത്ത് രക്തം കട്ട പിടിച്ച് ഉണങ്ങിയ അവസ്ഥയിലായിരുന്നു കണ്ടത്. പകൽ ഏതോ സമയത്ത് സുധീഷ് അച്ഛനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പകൽ സമയത്ത് നാട്ടുകാരൊക്കെ അവിടെ നിന്നു ബഹളങ്ങൾ കേട്ടിരുന്നു. നിരന്തരം ബഹളങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ആരും അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. സുധീഷ് വീട്ടിൽ നിന്നും അടക്കയും തേങ്ങയുമൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന കാര്യം അശോകൻ നേരത്തെ അയൽവാസികളോട് പറഞ്ഞിരുന്നു. മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ് അശോകനും ഭാര്യയും. അവർക്ക് ഇങ്ങനെ ഒരു ദുർവിധി വന്നല്ലോ എന്നാണ് എല്ലാവരുടെയും സങ്കടം. മരണവാർത്ത നാടിനെയാകെ ഞെട്ടിച്ചു. ഒരു കൊലപാതകം നടന്ന് 10 വർഷം തികയുന്നതിനു മുൻപ് അതേ വീട്ടിൽ തന്നെ മറ്റൊരു കൊലപാതകം കൂടി കാണേണ്ടി വന്നതിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. കൊലപാതകം നടത്തിയതിനു ശേഷം വീട് വിട്ടിറങ്ങിയ സുധീഷിനെ കാട്ടാപ്പള്ളി ഭാഗത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തനിക്കൊന്നും അറിയില്ല എന്ന മറുപടിയാണ് സുധീഷിൽ നിന്ന് ലഭിച്ചത്. ഇയാളെ നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ മനസ്സിലാകും, ഇയാൾക്ക് മാനസിക രോഗമൊന്നുമില്ല. നല്ല രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ലഹരി വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുന്നതും അച്ഛനിൽ നിന്നും പണം ആവശ്യപ്പെടുന്നതും.